ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് ചന്ദ്രമതി രേവതിയുടെ അച്ഛൻ മകളെ കെട്ടിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്ക് ഓടിപ്പോവാണ് രേവതി. ഇതേ സമയം ചന്ദ്രമതി വന്നിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്ന് രേവതിയോട് പറയുമ്പോൾ, ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ മരുമക്കൾ ആരും ഇല്ലേ, എന്തിനാ എന്നോട് മാത്രം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയുടെ നേർക്ക് ചൂടാവുന്നുണ്ട്. തുടർന്ന് രേവതി നീ എന്തിനാ അമ്മയോട് അങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോടല്ലേ സംസാരിച്ചത്, അതിനിടയിൽ വേറെ ആരും വരണ്ട എന്ന് ശ്രുതിക്ക് ചുട്ട മറുപടി തന്നെ രേവതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താടി നിനക്ക് വേണ്ടതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട, എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും, പക്ഷെ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നുണ്ട് രേവതി. ആന്റി നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്ന് ചന്ദ്രമതിയോട് വർഷ പറയുമ്പോൾ, വർഷ പറഞ്ഞിങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഇവള് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു തരി സ്വർണ്ണമെങ്കിലും ഇവളുടെ ദേഹത്തുണ്ടായിരുന്നോ, എല്ലാം ഞങ്ങളല്ലേ വാങ്ങിക്കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഇപ്പൊ സ്വർണ്ണാണോ അമ്മയുടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് രേവതി റൂമിലേക്ക് പോവുകയും കല്യാണത്തിന് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്ത എല്ലാ ആഭരണങ്ങളും ഊരിക്കൊണ്ടുവന്ന് ചന്ദ്രമതിയുടെ മുന്നിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു തരി പൊന്നു പോലും എനിക്കിനി വേണ്ട എന്നൊക്കെ രേവതി പറയുന്നത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പൊ എന്ത് പറ്റി രേവതി, എന്തിനാ ഈ സ്വർണ്ണമൊക്കെ നീ ഇവിടെ വെച്ചതെന്ന് സച്ചി ചോദിക്കുമ്പോൾ, മറ്റു മരുമക്കളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം ഇട്ടുകൊണ്ടാ വന്നത്, ഞാൻ മാത്രം വീട്ടിൽ നിന്ന് ഒരു തരി സ്വർണം പോലും കൊണ്ടുവന്നില്ല. എന്റെ അച്ഛൻ ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചതുകൊണ്ടാണ് എനിക്ക് സഹതാപ കല്യാണം നടന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ സഹതാപം കൊണ്ട് തരുന്ന ഒരു തരി സ്വർണം പോലും എനിക്ക് വേണ്ടെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇത് കേൾക്കുന്ന സച്ചി, നീ എന്തിനാ ഇവര് പറയുന്നതൊക്കെ കേൾക്കുന്നത്, ഇതെല്ലാം നിനക്ക് എന്റെ അച്ഛൻ വാങ്ങി തന്നതല്ലേ ചോദിക്കുമ്പോൾ, ഇനി ഈ സ്വർണം എന്ത് പറഞ്ഞാൽ ഇനി ഈ സ്വർണം ഇടില്ല എന്ന് തന്നെ വാശിയോടെ നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇത് കേൾക്കുന്ന ചന്ദ്രമതി ആണെങ്കിൽ, നീ എന്താണ് ഈ നാടകം കളിക്കുകയാണോ, അതിന് എല്ലാ സ്വർണവും നീ ഇതിൽ ഊരി വെച്ചിട്ടില്ലല്ലോ, നിന്റെ താലിമാല വാങ്ങിയതും ഞങ്ങൾ തന്നെയാണെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ കൊടുത്ത ഒരു തരി സ്വർണം പോലും എനിക്കിനി വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചി കിട്ടിയ താലിമാല ഊരി ചന്ദ്രമതിക്ക് നേരെ നീട്ടുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് കണ്ടുകൊണ്ട് വരുന്ന അച്ഛൻ പറയുന്നത്, എന്താ മോളെ ഇത്, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ കഴുത്തിൽ താലി ഇടാതെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല, അതെടുത്തിടാനൊക്കെ അച്ഛൻ പറയുമ്പോൾ, അച്ഛൻ പേടിക്കണ്ട, അച്ഛന്റെ മകൻ കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒരു മഞ്ഞച്ചടയിൽ കെട്ടിയ താലി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്താ മോളെന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുമ്പോൾ, ഒരുപാട് തവണ ഇവര് പറയുന്നതൊക്കെ ഞാൻ കേട്ടു വന്നു, ഇനി എനിക്ക് അതിന് പറ്റില്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവളോട് താലി ഊരി തരാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അവളോട് ആ കഴുത്തില് താലി എടുത്തിടാനൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ, വേണ്ട, ഇനി എന്റെ ദേഹത്ത് സ്വർണം എന്ന് പറയുന്നത് ഇടണമെങ്കിൽ അത് എന്റെ ഭർത്താവ് സമ്പാദിച്ച കാശുകൊണ്ടായിരിക്കണം, നിങ്ങളുടെ സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ട, എന്റെ ഭർത്താവ് സമ്പാദിച്ച് എപ്പോ എനിക്ക് താലിമാല വാങ്ങി തരുന്നു അന്ന് മാത്രമേ ഞാൻ ഈ താലിമാല ഇടൂ, അതുവരെ ഈ മഞ്ഞച്ചരട് മതി എന്നതിന് ഒരു ഉറച്ച ശപഥം തന്നെ രേവതി എടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതി പറയുന്നുണ്ട്, എന്റെ ദേഹത്തുള്ള ഈ കമ്മലും വളയും ഒക്കെ അച്ഛമ്മ എനിക്ക് വാങ്ങി തന്നതാ, ഇത് ഞാൻ ഒരിക്കലും തരില്ല, നിങ്ങൾ വാങ്ങി തന്നതെല്ലാം ആ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിങ്ങളോട് പെരുമാറുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് ചുട്ട മറുപടി തന്നെ രേവതി കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രേവതി റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം സച്ചി വന്നിട്ട്, ഉടനെ സ്വർണം വാങ്ങി തരാൻ എന്റെ കയ്യിൽ കാശില്ലെങ്കിലും കാശ് കിട്ടുമ്പോൾ ഞാൻ എല്ലാം വാങ്ങി തന്നോളാം എന്ന് സച്ചി പറയുമ്പോൾ, ആദ്യം എനിക്ക് താലിമാല മാത്രം വാങ്ങി തന്നാൽ മതി എന്ന് രേവതി പറയുന്നത് കേട്ട്, നീ ഇപ്പൊ കൊടുത്ത ഗോൾഡിന്റെ എല്ലാം ലിസ്റ്റ് ആ ബുക്കിൽ എഴുതിക്കോ, ഓരോന്നായി ഞാൻ വാങ്ങി തന്നോളാം, സ്വർണത്തിനേക്കാൾ വില മതിക്കുന്നതാണ് എനിക്ക് നീ എന്നുള്ള സച്ചിയുടെ വാക്കുകൾ കേട്ട് അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് കേട്ടോ രേവതിയുടെ. അങ്ങനെ രേവതി വാങ്ങിക്കാനുള്ള ഗോൾഡിന്റെ ലിസ്റ്റ് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സച്ചി ആണെങ്കിൽ വേഗം തന്നെ വണ്ടി എടുത്ത് ആദ്യം താലിമാല വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്